നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ ഇന്ന് മെയ് 31 ജൂൺ 12 പരീക്ഷ തുടങ്ങുന്നു. ഏകദേശം 11 ദിവസം, 10 ദിവസം നിങ്ങൾ കൂട്ടിക്കൂ. 12 പരീക്ഷ തുടങ്ങും. പരീക്ഷ തുടങ്ങുന്ന പറയുമ്പോൾ എല്ലാ പരീക്ഷകളും 12 അല്ല, 20 തീരത്തുള്ളൂ. പല സബ്ജക്റ്റ് പല സമയത്താണ്. 20 എന്തായാലും തീരും. എന്നിട്ട് നമ്മൾ 10 ദിവസം എന്ന് കൂട്ടിക്കും. ഈ 10 ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റുമോ സാറേ? ഒരുപാട് പേര് മെസ്സേജ് പഠിച്ചെടുക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും പഠിച്ചെടുക്കുക. ഇനി നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ പിന്നെ ഇനിയും ദൈവനവരം എന്ന് പറഞ്ഞാലും നിങ്ങൾ ഇനി പഠിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളിപ്പം നാളെ മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ ഇപ്പം നമ്മുടെ ഫുള്ള് ക്ലാസ് ഇപ്പം ചേരുന്ന കുട്ടികൾക്കെല്ലാം ഫുള്ള് ക്ലാസ്സും കിട്ടി കൊടുക്കുകയാണ്. ഫുൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സും 5 മണിക്കൂർ കൂടുതലില്ല. അത് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, ബോട്ടണി ആയിക്കോട്ടെ, സുവോളജി ആയിക്കോട്ടെ, അക്കൗണ്ടൻസി ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റും ഒരു ക്ലാസ്സും 5 മണിക്കൂർ കൂടുതലില്ല. നിങ്ങളിപ്പോൾ ഒരു 5 മണിക്കൂർ വെച്ച്, ഞാൻ പറഞ്ഞാൽ ഇപ്പോഴും 5 മണിക്കൂർ വെച്ച് പഠിച്ചാലും ഒരു 4 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാം. ഇപ്പം 1 ചേരുന്ന ഒരാൾക്ക് 1 ഒരു 1, 2, 3, 4 കൊണ്ട് തീർക്കാം. പിന്നെയും നമുക്ക് റിവിഷൻ ചെയ്യാൻ പോലും സമയമുണ്ട്. കാരണം അത് മാത്രം പഠിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഡബിൾ പാസ് മാർക്ക് ഇപ്പോൾ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. പക്ഷേ ഇനി ഒരുപാട് ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ ജൂൺ 10 പഠിച്ചാൽ ശരിയാകുമോ സാറെന്ന് ചോദിച്ചാൽ ശരിയാകത്തില്ലടേ, പറ്റത്തില്ല. അത് വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. അന്നേരം നിങ്ങൾക്ക് ഉറപ്പായിട്ട് എല്ലാ കുട്ടികൾക്കും പഠിച്ചെടുക്കാം. ഈ പറഞ്ഞ പോലെ ഒരു 5 മണിക്കൂറിനുള്ളിലുള്ള ക്ലാസ്സിൽ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടിയാലും പഠിച്ചെടുക്കുക. അത് നല്ല വൃത്തിയായിട്ട് പഠിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു ടെൻഷൻ വേണ്ട. ഈ വട്ടം എന്ത് ചെയ്യണം? ഡബിൾ പാസ് മാർക്ക് കൂടി, അല്ലെങ്കിൽ പാസ് മാർക്ക്, അല്ലെങ്കിൽ ഡബിൾ പാസ്. ഞാനവിടെ ഡബിൾ പാസ്സേ പറയത്തുള്ളൂ. ഡബിൾ പാസ് മാർക്ക് കൂടി ഈസി ആയിട്ട് ജയിച്ച് കയറണം. ഒരു ടെൻഷൻ വേണ്ട. അങ്ങനെ പഠിച്ചെടുക്കാം. ഇപ്പം ജോയിൻ ചെയ്യേണ്ടവർക്ക് എല്ലാം ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ലാസ്റ്റ് ചാൻസുകളാണ് ഇതെല്ലാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ തോൽക്കില്ല എന്ന് ഉറപ്പിച്ച് പറയും. 100% തോക്കത്തില്ല. അത് നിങ്ങൾ പറയുന്നത് പോലെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ തോക്കത്തില്ല എന്നുള്ള ഉറപ്പാണ്. ഏത് സയൻസ് ആയാലും കൊമേഴ്സ് ആയാലും ഹ്യൂമാനിറ്റീസ് ആയാലും. അന്നേരം എല്ലാവർക്കും നല്ലപോലെ പഠിക്കാൻ ദൈവം എല്ലാവിധമായ അനുഗ്രഹങ്ങളും ചുരിയട്ടെ. നന്നായിരിക്കട്ടെ. ഒരിക്കലും ഇനിയും നമുക്ക് പ്ലസ് ടു ഇനി പോകാതിരിക്കട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.